എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷൻ ആണ്. കൂലി കൂലി ഹോസ് അങ്ങനെ തന്നെയല്ലേ ആയിരിക്കും. പവർ ഹൗസ് എന്നാണ് ചെറിയ വേറെ എന്തൊക്കെ ഫീൽ ചെയ്യും. ചെറിയ ടച്ചൊക്കെ അതിന്റെ അടുത്തൂടെ. ഓക്കെ, എന്തായാലും സിനിമയുടെ അടുത്ത സിംഗിൾ വരാൻ പോവുകയാണ് 22-ാം തീയതി. അതായത് പവർ ഹൗസ്. അതിന്റെ പ്രതീക്ഷയിലാണ്, അതിന്റെ ത്രില്ലിലാണ്. നമുക്ക് കത്തിക്കണം. ഉറപ്പല്ലേ, നമ്മൾ കത്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അനിരുദ്ധ് കത്തിച്ചോളൂ അല്ലേ. എന്തായാലും ഇപ്പോഴേ അത് കത്തിയ സാധനമാണല്ലോ. അനൗൺസ്മെന്റ് വീഡിയോ, ടീസർ അല്ലേ, ഗ്ലിംസ്. യാ, അതിലല്ലേ അത് വന്നത്. അതിന്റെ ഫുള്ള് ഒന്ന് കേൾക്കാൻ കാത്തിരിക്കാൻ. അതെ അതെ, തകർക്കാം, കത്തിക്ക് ഉറപ്പാ. പിന്നെ ഓക്കെ, അപ്പോൾ തീ പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം നമ്മൾ ശരിക്കും കാട്ടുതീ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓഗസ്റ്റ് 2-ാം തീയതി ഒഫീഷ്യൽ ട്രെയിലർ വരാൻ പോവാണ്. അതിനുശേഷം ഓഗസ്റ്റ് 14-ാം തീയതി സിനിമ തന്നെ വരും. അപ്പോൾ അത് എന്ത് വലിയ തീയായിരിക്കും, അഗ്നിപർവ്വതമായിരിക്കും. എന്തായാലും ഒരു വലിയ വാർ സംഭവിക്കാൻ പോവാണ്. ഓഗസ്റ്റ് 14-ാം തീയതി വാർ 2 കൂലി നമ്മൾ ഏറ്റുമുട്ടും. നമ്മളെന്തായാലും ആദ്യം കൂലിയെ കാണുള്ളൂ, അതിനൊരു സംശയമില്ല. ഫാൻ ഷോ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ, പറഞ്ഞു കേൾക്കുന്നുണ്ട്, കണ്ടെന്ന് കേൾക്കുന്നു. കേരളത്തിൽ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിട്ടുണ്ട്, 14 കോടിക്കാണെന്നുള്ളതാണ് കേട്ടത്. കേരളത്തിൽ എടുത്തിരിക്കുന്നത് മീനു അസോസിയേറ്റ്സ്. രാവിലെ തന്നെ വെച്ചോ, ഒരു 5:30 ടൈമില് തകർക്കാം. ഒറ്റ ദിവസം കൊണ്ട് കളക്ട് ചെയ്യണം. ഒരു 25 ഫസ്റ്റ് കേരളത്തിൽ നിന്ന്. 11 കിട്ടൂലേ? 10 കിട്ടും കേട്ടോ, പോസിറ്റീവ് ആണെങ്കിൽ. അത് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ടുള്ള പിന്നത്തെ ഒരു സാധനം ഉണ്ടല്ലോ, തകർക്കാം. ഓക്കെ, എന്തായാലും ഡിസ്ട്രിബ്യൂഷൻ ലിസ്റ്റുകൾ വരാട്ടോ. ഓക്കെ, കേരള ഹസൻ മീനു അസോസിയേറ്റ്സ്. ഓക്കെ, കർണാടക AV മീഡിയ കൺസൾട്ടൻസി. ഓക്കെ, നോർത്ത് ഇന്ത്യ പെൻ മരുതർ. എന്തായാലും ഗുണം കിട്ടും. നോർത്തൊക്കെ അടിക്കും. തെലുങ്ക് സ്റ്റേറ്റ്സിൽ ഏഷ്യ സിനിമാസ് ഇവരാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. കർണാടക പറഞ്ഞില്ലേ, AV മീഡിയ കൺസൾട്ടൻസി. പിന്നെ ഓവർസീസ് ഹംസിനി എൻ്റർടൈൻമെൻറ്റ്സ്. പൊളിക്കും. ഓവർസീസൊക്കെ ഭയങ്കര തൂക്കടി ആയിരിക്കും കേട്ടോ. തീർച്ചയായിട്ടും. നോർത്ത് അമേരിക്ക പ്രത്യങ്കിര സിനിമാസോ. എന്താ പ്രത്യങ്കിര സിനിമാസ്? ഉണ്ടാവേ. കേട്ടിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാവും. മിഡിൽ ഈസ്റ്റ് ഫാർസ് ഫിലിംസ് ആണ്. ഈ ഹസൻ മീനു കേട്ടിട്ടുണ്ടായിരുന്നു മലയാളം? ഹസൻ മീനു കേട്ടില്ല കേട്ടോ, ഞാൻ കേട്ടിട്ടില്ലായിരുന്നു. ഞാൻ ഇവരെടുത്തു എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ചെറിയ ടീമുകളായിരിക്കും, ആയി വരുന്ന ആൾക്കാരായിരിക്കണം. വലിയ സിനിമ എടുക്കുക എന്ന് പറയുമ്പോഴാണല്ലോ അതിന്റെ ആ ഒരു വലിപ്പം കാണാൻ അറിയാം. ഓക്കെ, എന്തായാലും ഇത്രയും ടീമാണ് ഇപ്പോൾ മൊത്തത്തിൽ എടുത്തിട്ടുള്ളത്. മലേഷ്യ വന്നിട്ടുണ്ട്. ഇപ്പോൾ മലേഷ്യ വന്നിട്ടുണ്ട് അല്ലേ? മലേഷ്യ എടുത്തിരിക്കുന്നത് മാലിക് സ്ട്രീംസ് കോർപ്പറേഷൻ. പിന്നെ മലേഷ്യക്ക് ഉണ്ടല്ലോ, ഇവർ കൊടുക്കുന്നതാണ്, എന്നിട്ട് അവിടെ നിന്ന് എടുക്കുന്നതാണ് ഇതൊക്കെ. മലേഷ്യ ഒന്നും പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വരൂലേ. തമിഴ് സിനിമകൾക്ക് ഭയങ്കര പ്രാധാന്യമുണ്ട്. രജനീകാന്തിന്റെ ഫാൻസ് എന്താണെന്നറിയോടെ, ഞാൻ ഇപ്പോഴും ഓർക്കണം. ഞാൻ മലേഷ്യയിൽ നിൽക്കുന്ന സമയത്താണ് മറ്റേ രജനീകാന്തിന്റെ ഒരു തിരിച്ചുവരവ് സിനിമ ഉണ്ടല്ലോ, മറ്റേ സാധനം പറയുന്നടാ, അല്ലടാ മറ്റേതാ, ശിവാജിയാണോ? അതല്ലേ, പോക്കാണെങ്കിൽ ഞാൻ പറഞ്ഞതാ. മറ്റേ കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് എന്തിനാണോ അല്ലേ, കോട്ടിടാത്ത സിനിമകളുണ്ടോ? മറ്റേ എന്തോ കാർത്തിക് സുബ്രാജ് ഒരുക്കിയേ പേട്ടയല്ല, എടാ ഒരു മകളും മകനും കഥ പറ, ഭാര്യനെയും മകളെ അന്വേഷിച്ചു വരുന്നതും സിനിമ. അവിടെ പൊട്ടിയിട്ട് അവിടെ ഭയങ്കരമായിരുന്നു എന്നാ പറയണത് മലേഷ്യയിൽ. അതാ ഞാൻ പറഞ്ഞു വന്നത്. അവിടെ അത് ആഘോഷിക്കായിരുന്നു ആ സിനിമ. ഇവിടെ പരാജയമാണ്. അത് ഭയങ്കരമായിട്ടുള്ള ആഘോഷമായിരുന്നു. ഞാൻ ഞെട്ടിയിട്ടുണ്ട്. ഇമ്മാരി ഫാൻസോ എന്ന് അതാ പറഞ്ഞത്. അവിടെ ഒരു ഫംഗ്ഷനൊക്കെ വെക്കണ എന്താന്ന് എഴുതിയിട്ടാ. തമിഴൻസാണ് കൂടുതലുള്ളത്, അതിൻ്റെതായ ഒരു പവർ ഉണ്ട് അവിടെ. ഓക്കെ, എന്തായാലും സിനിമയുടെ ഒരു സിനോപ്സിസ് എന്ന് പറഞ്ഞ് ഒരു കഥ കളിക്കുന്നുണ്ട് കേട്ടോ. ആ കഥ എന്താന്നുള്ളത് നോക്കാം. ലോകേഷ് അറിഞ്ഞാണോ അതറിയത്തില്ല, പുറത്ത് വന്ന് വെച്ച് നോക്കാം. ആൻ ഓൾഡ് ഗോൾഡ് സ്മഗ്ലർ, പഴയ ഗോൾഡ് സ്മഗ്ലർ രജനീകാന്ത് തന്നെ, ഫൈൻസ് സ്റ്റോളൻ ടെക് ഇൻസൈഡ് വിൻറ്റേജ് ഗോൾഡൻ വാച്ചസ്.
ഓ അതിലൊരു ചെറിയ കാര്യമുണ്ട്. കാരണം ഇതിന്റെ വിന്റേജ് വാച്ച് അല്ലേ തുടക്കത്തിലുള്ള ടൈറ്റിൽ ടീസർ ഉണ്ടായിരുന്നില്ലേ, ഉള്ള വാച്ചും മറ്റേതൊക്കെ ആയിരുന്നല്ലോ. ആ ശരിയാണല്ലോ, അത് ഈ ലാസ്റ്റ് കാണിച്ചതിനകത്തും വാച്ചായിരുന്നു. വാച്ച് ഉണ്ടായിരുന്നു, അവര് ഗോൾഡൻ വാച്ച് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. വാച്ചസ് ഓക്കെ. ഹി യൂസസ് ഇറ്റ് ടു ബ്രിങ് ബാക്ക് ഹിസ് ഓൾഡ് മാഫിയ ഗ്യാങ് ബട്ട് തിങ്സ് ഗോ ഔട്ട് ഓഫ് കൺട്രോൾ ആൻഡ് lead to a whole new world of crime, greed and time gone wrong. Oh my god. പഴയ ഗ്യാങ്ങിനെ വീണ്ടും അതായത് ഉണ്ടാക്കുകയാണോ? വാച്ചുകൾ കിട്ടുന്നു, ആ വാച്ചിൽ നിന്ന് ഒരു സാധനം കിട്ടുന്നു, അപ്പോൾ അത് സയൻസ് ഫിക്ഷനിലേക്ക് പോവോ? ഫിക്ഷൻ അല്ലേ, വാച്ചിൽ നിന്ന് ഒരു സാധനം കിട്ടുന്നു, അതെന്ത് സാധനം ആയിരിക്കും? അതോ ഇനി അതിൽ നിന്ന് എന്തെങ്കിലും തെളിവ് പോലെ, അതായത് ഈ ടീമിനെയൊക്കെ വീണ്ടും കൊണ്ടുവരാൻ വീണ്ടും ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സാധനം ഉണ്ടാവോ? അത് മനസ്സിലായോ? അതായത് ഒരു കണക്ഷൻ ഉണ്ടാവും. അതായത് ഇവർക്കൊക്കെ എതിരെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സാധനം കിട്ടുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ അത് സോൾവ് ചെയ്യേണ്ടി വരും ആ ഇഷ്യൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം, ഇപ്പോൾ ഒരു വെറുതെ പറയണം, ഇത് സിനിമയുടെ ഭാഗമല്ല, എൻ്റെ ഒരു മൈൻഡിൽ ഇത് എന്താണെന്നുള്ളത് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പറയാനാണ്. ഒരു ബുക്ക്, ഒരു അല്ലെങ്കിൽ ഒരു ഡയറി, അതിൽ വലിയൊരു ഇഷ്യൂ ഉണ്ട്, ഒരാളെ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഒരു ഇഷ്യൂ. അത് സോൾവ് ചെയ്യണമെങ്കിൽ ഇവരൊക്കെ തിരിച്ചു വരണം. മാത്രമല്ല അവരിലേക്കൊക്കെ ഇത് വിരൽ ചൂണ്ടുന്നു എന്നുള്ളത് കൊണ്ട് അവരൊക്കെ തിരിച്ചു വരുന്നു. എന്നിട്ട് ആ ഗ്യാങ് വീണ്ടും അത് അന്വേഷിക്കുന്നത് പോലെ ആക്കാം. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ അതുപോലെ ഇവരെ എല്ലാവരെയും ഇതിൽ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള എന്തോ ഒരു സാധനം ഈ വാച്ചസുകൾക്കിടയിൽ ആൾ കിട്ടി. ഇതാണ് ഇപ്പോൾ നോർമലായിട്ട്, അതായത് ഫിക്ഷൻ അല്ലാതെ പറയാൻ പറ്റുന്ന കാര്യം. ഇനി അല്ലാതെ ഇതിൽ നിന്ന് ഒരു ടെക്നിക്ക്, അത് അങ്ങനെയാണല്ലോ ഇതിൽ ഉദ്ദേശിക്കുന്നത്. ഒരു സാധനം കണ്ടെത്തി എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. അതെ, അപ്പോൾ ആ രീതിയിലാണെങ്കിൽ ഇതൊരു സയൻസ് ഫിക്ഷൻ രീതിയിലേക്ക് പോകും. ഇപ്പോൾ 24 വാച്ച് വെച്ച് ടൈമിനെയൊക്കെ ചെയ്യുന്നതും അതുപോലെ അപ്പോൾ മാഫിയനെ വീണ്ടും കൊണ്ടുവരാനുള്ളൊരു കഴിവ് അതൊക്കെയാണ് ആവോ, അറിഞ്ഞൂടാ. എന്താണെങ്കിലും ലോകേഷ് അറിഞ്ഞോ ആവോ, അത് മാത്രമേ നമുക്ക് ഇപ്പോഴൊരു സംശയമുള്ളൂ. ഇതിനകത്ത് ഇപ്പൊ ഈ ഒരു പറഞ്ഞ സാധനം 1-2 സാധനങ്ങൾ കറക്റ്റ് ആയിരിക്കും. വാച്ച്, പിന്നെ ഒരു ഗ്യാങ്സ്റ്റർ, ഇതൊക്കെ സത്യമായിട്ടുള്ള സാധനം തന്നെയാണ്. മേ ബി എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയ ഹിന്റ് കിട്ടിയതായിരിക്കാം. അല്ല, കുറച്ച് ബന്ധമുണ്ട്. അതാ പറഞ്ഞേ, അതായത് ഫസ്റ്റ് ഹാഫ് ഇതൊരു കൂളായിട്ട് നമുക്കിങ്ങനെ തണുത്തിരുന്ന് പറ്റുന്ന രീതിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന് ശേഷമാണല്ലോ അത് വേറൊരു ആക്ഷൻ മൂഡിലേക്ക് പോകുന്നതെന്നുള്ളത്. പിന്നീടാണ് മാസ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകേഷ് കനകരാജ് ഈ അടുത്തൊരു ഇന്റർവ്യൂവിൽ. അതെ, അപ്പം മിക്കവാറും ആ ഒരു രീതിയിൽ ഇതൊക്കെ കൊണ്ടുവന്ന് സെറ്റപ്പ് ആക്കുന്നതും ശേഷം ഒരു ആക്ഷൻ, അതായത് ഇതിൽ പറയുന്നുണ്ടല്ലോ ഇവരുടെ കൺട്രോളിൽ നിന്ന് പോയിട്ട് ലെവലിലേക്ക് പോകുന്നു. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്ക് തോന്നുന്നു, നമ്മൾ അന്ന് ഒരു പ്രാവശ്യം പറഞ്ഞില്ല, ഇവരെല്ലാം ഒരു ടീം തന്നെ ആയിരിക്കും. ഈ ആൾക്കാരൊക്കെ പഴയ ഗ്യാങ് എന്ന് പറയുന്നത് രജനികാന്ത്, ഉപ്പി, നാഗാർജുന, ഇനിയും സത്യരാജ്, മറ്റേ ഈ അമീർ ഖാൻ അതിലുണ്ടോ ഇല്ലയോ എന്നുള്ള നമുക്ക് പുതിയ ടീമിലെ ആളായിരിക്കാം അമീർ ഖാൻ. എന്തോ ഒരു കണക്ഷൻ കൊടുത്ത് ഇവരൊക്കെ വീണ്ടും ഒരുമിക്കുന്നു. പഴയ ഗ്യാങ്സ്റ്റേഴ്സ് ആയിരുന്ന ഇവര്, അതിന്റെ രാജാവായിരുന്ന രജനീകാന്ത് തന്നെ തട്ടിക്കൂട്ടി എല്ലാവരെയും ഒരുമിപ്പിക്കുന്നു. ശേഷം അത് ഔട്ട് ഓഫ് കൺട്രോളിലാവുന്നു. മേ ബി ചിലപ്പം അത് ആ ഒരു സാധനം തന്നെ ആയിരിക്കും കേട്ടോ. ഇവര് ഈ ഒരു ഗ്യാങ് ഇവര് തന്നെ ആയിരിക്കണം. അതുകൊണ്ടായിരിക്കും ഇവരെ തന്നെ ഇത്രയും വലിയൊരു കാസ്റ്റിംഗ് നടത്തിയിട്ടുണ്ടാവുന്നത്. അന്നത്തെ ടീം, വൻ ടീം, അതുകൊണ്ട് തന്നെ ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ. ഇതിലിപ്പോ ചികിത് സോങ് ഒക്കെ അല്ലേ, ആ സമയത്തൊക്കെ ആള് സാധാരണ വീട്ടിലുള്ള ഒരു സാധാരണ ഒരു എൻജോയ് ഒക്കെ ചെയ്ത് ഭയങ്കര വൈബിളുള്ള ഒരു ക്യാരക്ടറാണ്. ഗ്യാങ്സ്റ്റർ രീതിയിൽ ജീവിക്കുന്ന ഒരാളല്ല ആ സമയത്ത്. അതെ അതെ. അപ്പോൾ ഇതൊക്കെ ഉപേക്ഷിച്ച് അല്ലാത്തൊരു ജീവിതം നയിക്കുന്ന രജനീകാന്തിന്റെ ക്യാരക്ടർ പിന്നീട് വീണ്ടും ഇവരൊക്കെ വരുന്നു. അതിലൂടെ പിന്നെ ശരിക്കും ആ പഴയ വൈബിലേക്ക് തന്നെ പോകുന്നു. കാണാം, വരട്ടെ, ഇനി ട്രെയിലർ വരട്ടെ, അപ്പം നമുക്ക് നോക്കി കണ്ടുപിടിക്കാം. എന്താണെങ്കിലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ ബൈ.